സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്ന സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന തുടരും എന്ന് സഭാ നേതൃത്വം. സിനഡ് തീരുമാനം അന്തിമമെന്നും അതിരൂപതയിൽ മാത്രം മാറ്റം കൊണ്ടുവരാൻ കഴിയില്ലെന്നും മെത്രാപ്പൊലീത്തൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. അതിരൂപത ആസ്ഥാനത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടക്കും. സിനഡ് അംഗീകരിച്ച മാർഗരേഖ അനുസരിച്ചായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ഭരണനിർവഹണം നടത്തുക. ഇതോടെ ഏകീകൃത കുർബാന വിവാദത്തിലെ പ്രശ്നപരിഹാരം ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് ദുഷ്കരമാകും. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണമെന്നും തുറന്ന മനസ്സോടെ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മാർ ജോസഫ് പാംബ്ലാനി. ഒരു കാര്യം, മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് അതിരൂപത പോകരുത്. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലമാണ് കടന്നുപോയതെന്നും തെറ്റുപറ്റിയെങ്കിൽ മാപ്പെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയൊഴിഞ്ഞ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ. എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു. എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സമവായ ചർച്ച വൈകിട്ട് 7-ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കും. ബിഷപ്പ് ഹൌസിലെ പ്രതിഷേധത്തിൽ 21 വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 4 കേസുകൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു. 24 കൊച്ചി.